അങ്ങനെ കർക്കിടക മാസം അങ്ങെത്തിയില്ലേ. അപ്പം നമ്മൾ ഇന്ന് പത്തല ഉപ്പേരി വെക്കണതാണ് കേട്ടോ. അപ്പോൾ പത്തല ഉപ്പേരി വെക്കാൻ വേണ്ടി 10 ഇല അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്നു. മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇല, കുമ്പളങ്ങത്തെ ഇലയൊക്കെ ഇഷ്ടം മാതിരി വീട്ടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ കുമ്പളങ്ങയാണെങ്കിലും ഉണ്ടാവുന്ന സമയമാണെങ്കിൽ അത്യാവശ്യം കുമ്പളങ്ങി മത്തങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് ആർക്കും നോക്കാനുള്ള സമയമില്ല, അതിന് സ്ഥലത്തിനുള്ള പരിമിതി ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതൊന്നും ഇല്ല, ഇപ്പോൾ കുറവാണ്, ഇലകളാണെങ്കിൽ പോലും കുറവാണ്. അപ്പോൾ ഈ നുള്ളി എടുക്കുന്നത് നമ്മൾ ഷുഗർ ചീരയാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമ്മ പറയുന്നോട് വീട് ഷുഗർ ചീര ഉണ്ട്. പ്രഷർ ചീര കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഷുഗർ ചീര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടി നുള്ളി എടുത്തിട്ട്, അപ്പോൾ ഷുഗർ ചീര, പ്രഷർ ചീര, ഈ 2 ഇല മുളകിൻ്റെ ഇല, അങ്ങനെ 3 ഐറ്റം ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ നേരെ പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചൊറിയണ ഇലയില്ലേ, നമ്മളെ അത് തൊട്ടാൽ തന്നെ നമ്മളെ കൈ ചൊറിയണത്, അതിന് പേരെന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ഷുഗർ ചീര പൊട്ടിക്കുന്ന സമയത്താണ് നമ്മൾ ഇലയുടെ മേലെ, പേരയുടെ ഇല മേലെ ഒച്ചിരിക്കണ കണ്ടത്. അപ്പോൾ എന്തായാലും അനിയത്തി അത് മുളയോടെ നുള്ളിക്കളയാണ് കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും ആ കോവയ്ക്കൻ്റെ ഇലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ കോവയ്ക്കയുടെ ഇലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തവണ ഇല നുള്ളാൻ വേണ്ടിയിട്ടും. അപ്പോൾ അമ്മേനെ കൊണ്ടാണ് ഞാൻ ആ ഈ ചൊറിയണ ഇല പൊട്ടിച്ചത്. കാരണം ഞാൻ എന്തായാലും ഉണ്ണീനെ എടുക്കണോണ്ട് നമ്മൾ പിന്നെ അതൊക്കെ തൊട്ടിട്ട് ഇനി കൈ ചൊറിയാൻ നിൽക്കണ്ടല്ലോ വെച്ചു. പക്ഷെ അമ്മ വേഗം നുള്ളിയെടുത്ത് വെച്ച് ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കടഭാഗം നോക്കിയിട്ടാണ് അമ്മ നുള്ളിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മ അനിയത്തിയും കൂടിയിട്ടാണ് ഇല നുള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. അമ്പാടീനെ തൊട്ടിയിൽ കിടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇല നുള്ളാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഇലകളൊക്കെ നുള്ളി. അപ്പോൾ ഒരു ഇലയുടെ കുറവ് കാരണം നമ്മൾ വേപ്പില ഉപയോഗിച്ചത്. വേപ്പില പിന്നെ നല്ല ഔഷധമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഇലയും കൂടി ഉപയോഗിച്ച്, സാധാരണ നമ്മൾ ഇലവർഗത്തിൽ ഉപയോഗിക്കാറില്ല, പക്ഷെ നമുക്ക് ഒരു ഇല കുറവായതുകൊണ്ട് നമ്മൾ വേപ്പിലയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാർ ചീര, നമ്മുടെ നാട്ടിൽ പറയണത്, ഈ ഇലയ്ക്ക് പറയണതാണ് സാമ്പാർ ചീര. അപ്പോൾ പലയിടത്തും പല പേരാണ് കേട്ടോ. അപ്പോൾ ഈ ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം കുറച്ചും കൂടി അപ്പുറത്ത് പോയി വലിയച്ഛൻ്റെ വീട്ടിൽ പോയപ്പോഴും മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നുള്ളിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഏട്ടൻ വരുമ്പോൾ പൊന്നാങ്കണ്ണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയും കൂടിയായപ്പോൾ നമ്മൾ അത്യാവശ്യം 10 ഇല കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ പൊട്ടിച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഇടുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ മത്തൻ്റെലൊക്കെ നമ്മൾ ഉള്ളിയിട്ട് വേഗം വീട്ടിലേക്ക് പോയി. അമ്പാടി ഉറക്കത്തുനിന്ന് എണീറ്റ് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ്റെല വേഗം ഉള്ളിയിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ, സീ യു.